السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. അവ സൂറത്ത് അൽ-വാഖിയ അല്ലേ? എത്രാമത്തെ ആയത്ത് സർ? 50 ആയത്തുകൾ എടുത്തു. 51-ാമത്തെ ആയത്ത് സൂറത്ത് അൽ-വാഖിയ 51-ാമത്തെ ആയത്ത്, പേജ് നമ്പർ 536 അല്ലേ? പേജ് നമ്പർ 536 തുടങ്ങാം. ആ ഒരു പേജ് അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم سبحان ربي العظيم എന്ന് പറയണം ആയത്ത് ഓതിക്കഴിഞ്ഞാൽ. فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم. പോരെ? അപ്പോൾ فسبح باسم ربك العظيم سبح اسم ربك الأعلى. ഈ വഖ്സുദ് വഖ്തരിബ് എന്നിവയൊക്കെ ഖുർആനിലെ ചില കൽപ്പനകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലാണെങ്കിൽ പോലും
രാത്രി നമസ്കാരത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും ഇത്തരം ആയത്തുകൾ വരുമ്പോൾ അവിടെ നിർത്തി പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, എന്നിട്ടേ അടുത്ത ആയത്തുകളിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നാണ്. ഫസബ്ബിഹ ബിസ്മി റബ്ബിക്കൽ അലീം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ മുസ്ലിം ലോകത്തോട് നടപ്പിലാക്കാനുള്ള ഒരു കൽപ്പനയാണ്. മഹാനായ മഹോന്നതനായ നിന്റെ രക്ഷിതാവിനെ, റബ്ബിനെ നീ സ്തുതിക്കുക, സ്തോത്രം ചൊല്ലുക, പുകഴ്ത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് പാരായണം ചെയ്താൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്നു പറയുമായിരുന്നു. ആ കൽപ്പനയുടെ നടത്തിപ്പാണ്, അനുസരണമാണ് റുക്കൂഇലെ ആ ദിക്റായി വന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പറയുമ്പോൾ അത് നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ എന്ന കൽപ്പന നടപ്പിൽ വരുത്തേണ്ടത് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നാണ്. ഇത് 3 റുക്കൂഇലേക്കും സുജൂദിലേക്കുമുള്ള ദിക്റുകളായാണ് വന്നിട്ടുള്ളത്. അത് ഏത് സമയത്തും ചൊല്ലുന്നവനും കേൾക്കുന്നവനും ഒക്കെ പറയൽ സുന്നത്താണ്. എൻ്റെ ഓർമ്മയിൽ 3 ഇങ്ങനെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന കൽപ്പന വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിൽ 2 തവണയും ഇവിടെയും. അല്ല, സൂറത്ത് അൽ വാഖിയയിൽ തന്നെ 2 തവണയും ഇവിടെയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട് എന്നർത്ഥം. ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകളിൽ അക്ഷരശുദ്ധിയും തജ്വീദ് നിയമങ്ങളും മാത്രമല്ല പരിഗണിക്കേണ്ടത്. അക്ഷരശുദ്ധി നിർബന്ധമാണ്, തജ്വീദി നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം ചില കൽപ്പനകൾ നടപ്പിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുമാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് 3 വിഭാഗം ആളുകളാണ് മനുഷ്യർ. അതിൽ 3ാമത്തെ വിഭാഗം നരകാവകാശികളാണ്. അതിൻ്റെ കാരണം ചൂണ്ടിക്കാണിച്ചത് വക്കാനു യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. ഞങ്ങളൊക്കെ മരിച്ച് എല്ലും മണ്ണും നുരുമ്പുമായി പോയാൽ പിന്നെയും ഞങ്ങൾ പുതിയ രൂപത്തിൽ വരുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുൻഗാമികളൊക്കെ വരേണ്ടതല്ലേ എന്നവർ ചോദിച്ചു. ആ പരലോക വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ വക്കാനു യുസിറൂന അലൽ ഹിൻതിൽ അലീം, അവർ കുറ്റകൃത്യങ്ങളിൽ, വമ്പിച്ച കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ പ്രബോധന പ്രവർത്തനം അസ്വറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ, അവർ അവരുടെ ധിക്കാരത്തിലും ശിർക്കിലും അനുസരണക്കേടിലും ഉറച്ചു നിന്നു അഹങ്കരിക്കുകയും ചെയ്തു. സത്യം കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ അവർ അവരുടെ ചെവിയിൽ വിരൽ വെച്ച് അടച്ചു കളഞ്ഞു. അതായിക്കൂടാ നമ്മൾ. അങ്ങനെ ഒരു ചോദ്യമുയർത്തി അവർക്കുള്ള മറുപടിയാണ് ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ. കുറച്ച് പറഞ്ഞേക്ക്, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും ആദ്യകാലക്കാരും അവസാന കാലക്കാരും ലമജ്മൂഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, ഒരു നിശ്ചിതമായ മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട ഒരവധിയുണ്ട്, ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് തീർച്ചയായും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. സഅമല്ലദീന കഫറു അല്ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബീ ലതുബ്അസുന്ന ثم لتنبؤن بما عملتم
അവിശ്വാസികൾ പറയുന്നു അല്ലൻ യുബഅസു, മരിച്ചാൽ പിന്നീട് രണ്ടാമതൊരു ജീവിതം ഉണ്ടാവില്ല. ഖുൽ, ഉറപ്പിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ചേക്ക്, ലതുബഅസുന്ന, തീർച്ചയായും നിങ്ങൾ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. തുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾക്കും നിങ്ങളെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കുകയും ചെയ്യും. യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ എന്ന സൂറത്ത് മുൽക്കിന്റെ മുകളിലുള്ള 3-ാമത്തെ ആയത്ത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കിന്റെ മുകളിൽ സൂറത്ത് തെഹരീം, തെഹരീമിന്റെ മുകളിൽ സൂറത്ത് ത്വലാഖ്, ത്വലാഖിന്റെ മുകളിലെ സൂറത്തിന്റെ പേര് തന്നെ തഗാബുൻ എന്നാണ്. തഗാബുൻ എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് എന്നാണ്. യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ, ഒരുമിച്ച് കൂട്ടാൻ നിശ്ചയിക്കപ്പെട്ട ആ ദിവസത്തിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ദാലിക യൗമുത് തഗാബുൻ, അത് ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പിന്റെ ദിവസമായിരിക്കും. ഒരാളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അയാൾ മരിച്ചപ്പോൾ വസിയത്ത് ചെയ്തത് ശരീരം കത്തിച്ച് വെണ്ണൂറാക്കി അവിടെയും ഇവിടെയും ഒക്കെ കുറേശ്ശെ വിതറിക്കളഞ്ഞ് നശിപ്പിക്കാനായിരുന്നു. അങ്ങനെ അയാളെ അനന്തരാവകാശികൾ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ അള്ളാഹു പിന്നെയും അയാളെ ഒരുമിച്ച് കൂട്ടി, പഴയ കൊലത്തിൽ തന്നെ ആക്കി. എന്നിട്ട് അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പൊ അയാൾ പറഞ്ഞ മറുപടിയിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാവാനുണ്ട്. അയാൾ പറഞ്ഞത്, പടച്ചവനെ, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ പേടി മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായാൽ അവർ ആരായിരിക്കും? റബ്ബ് പിടികൂടും എന്ന പേടി മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായാൽ അവർ ആരായി മാറും? ആ പേടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മെല്ലെ മെല്ലെ അല്ലേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അങ്ങനെ നിൽക്കേണ്ടി വരുന്ന ആ നിൽപ്പിന് ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ സ്വാഭാവികമായും അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവന് കഴിയും. വനഹൻ നഫ്സ അനിൽ ഹവ, അല്ലേ? താന്തോന്നിത്തരങ്ങളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ അവന് കഴിയും. എങ്കിൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗമാണ് പ്രതിഫലമായി ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മനസ്സിനെ ഒതുക്കി നിർത്തുകയും മരിച്ചു പോയതിന് ശേഷമുള്ള കാലത്തേക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ഓൻ ഏത് നേരം നോക്കിയാലും നിൽക്കാറും തോലുമ്പം തന്നെയാണ്. ഓൻ ആചാരചരങ്ങൾക്കൊന്നും വിളിച്ചാൽ പോലും ഒരു പൊട്ടൻ എന്നൊക്കെ പറയാൻ ഇവിടെ ആളുകളുണ്ടാകും. നാട്ടുകാരെ കണക്കിൽ നമ്മളെ കുട്ടികൾ അങ്ങനെ 5 നേരം നിസ്കരിക്കാൻ പോയ പൊട്ടന്മാരാ കണക്കൂട്ടുക. ഒരു നിസ്കാരക്കാരൻ മൊയിലേരാണ് വിചാരം അല്ലേ? ഓളെ തട്ടവും കുപ്പായൊക്കെ അങ്ങനെ കണ്ടാൽ തള്ളച്ച് ജയിക്കണമെന്നാ തോന്നലെന്നാ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്രക്ക് വലിയ തള്ളച്ച് ജയിക്കണേ പിന്നെ അമ്മായി തട്ടവും കുപ്പായും വേണ്ടാനാ. ആണോ? നമ്മൾ നേരെ തിരിച്ചാ. അമ്മാതിരി തള്ളച്ച് ജയിക്കണമെങ്കിൽ, തള്ളച്ച് പറഞ്ഞാൽ ആ ചീത്ത വാക്കല്ല കേട്ടോ, ഒരു പ്രാദേശിക തിപ്പതാണ്. ആ വിവാഹത്തിനുള്ള താല്പര്യവും ശാരീരികാവസ്ഥയും ഒക്കെ മാറിപ്പോയ വൃദ്ധയായിരിക്കണമെങ്കിൽ
വൽ ഖവാഇദു മിനൻ നിസാഇ ഇല്ലാത്തി ലാ തർജൂന നിക്കാഹ് എന്ന ഖുർആൻ പറഞ്ഞു. ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് മോഹിക്കാനുള്ള അങ്ങനത്തെ ഒരു ശാരീരിക താല്പര്യവും ഇല്ലാത്ത കാലത്തെത്തിയ ഇരുന്നു പോയ പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒന്നായിട്ട് മൂടി പൊരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിർബന്ധമില്ല. പൊരിഞ്ഞോട്ടെ, അത് നല്ലത് തന്നെയാണ്. സ്വാമീക്ഷപ്രകാരം മൂട് വസ്ത്രം ധരിക്കാണിച്ചാൽ നല്ലത് തന്നെ. പക്ഷെ അവർക്ക് നിർബന്ധമില്ലാണ്. നമ്മളെ കുട്ടികൾ ഇത് ധരിച്ച മനുഷ്യന്മാർ നേരെ തിരിച്ചാ പറയണം, ഓണം വിചാരപ്പോ തള്ളച്ചേക്കുന്ന. അവിടെയാണ് ആ ഹദീസിന്റെ താല്പര്യമുള്ളത്. ഏത് മനുഷ്യന്മാർ നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. കല്യാണപ്പെണ്ണ റോസ് പൗഡറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാൽ നിസ്കരിച്ചിട്ടില്ലേ കുഴപ്പമില്ല എന്ന് 10 കൊടുക്കണം മൊയ്ലിയന്മാരുള്ള നാട്ടിലാണ് നമ്മൾ, അല്ലേ? വന്നില്ല അങ്ങനെ ഫത്തുവ? അത് 2 ദിവസം കൂടുമ്പോൾ ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി, ജമ്മും കസറാക്കാനുള്ള അനുവാദം ഉണ്ട്. നമ്മുടെ റമദാൻ കാലത്ത് ചോദ്യോത്തര സെഷനിൽ അത്തരം ഒരു ജോലി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആയിക്കോട്ടെ. എവിടേക്കാണ് ഈ സമുദായം പോവാ? അൽ കയ്യിസു, അത് ഏറ്റവും പ്രാധാന്യത്തോടെ പഠിച്ചിരിക്കേണ്ടുന്ന കാലം ഇപ്പോഴാണ്. മൻ ദാന നഫ്സ, മനസ്സിനെ ഒതുക്കി നിർത്തണം എന്ന് വന്ന ഒരു ചോദ്യം. അല്ല, ഈ പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷന്മാരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്, റസൂൽ ശപിച്ചിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. പക്ഷേ മിസ്കാത്തി, ഇപ്പോൾ ഒരു തരം ജീൻസും പ്രത്യേക തരം ഒരു പാൻറ്റും ഒരു ടീഷർട്ടും ഇറങ്ങുന്നുണ്ട്. അത് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്, അത് ആൺകുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല. പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ എന്നാണല്ലോ പറഞ്ഞത്. ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ അത് ധരിക്കണതിന് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പെണ്ണുങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ടീഷർട്ട് ധരിക്കണതിന് കുഴപ്പമുണ്ടോ, ജീൻസ് ധരിക്കണതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് മുജാഹിദുകൾ എത്തിപ്പെട്ടു പോയി എന്നാ ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളവരെ കാര്യം നമ്മൾ പറയില്ല. എന്താ മറുപടി പറയുന്നത്? ടീഷർട്ടും ജീൻസും പെണ്ണുങ്ങൾ ഇട്ടാലും ടീഷർട്ടും ജീൻസും അല്ലാതെ ആവോ സുഹൃത്തേന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി. എന്നാ പിന്നെ ഹദീസ് പഴയ തന്നെയാണ് എന്ന് ആണോ? അല്ലേ? വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു ബിദ്ദി, പൊട്ടൻ, ഒന്നിനും കൊള്ളാത്തവൻ, മാൻ ഇത്തബഅ നഫ്സഹു ഹവാഹു, തോന്നുംപടി ജീവിക്കുകയും, വതമന്ന അലല്ലാഹ്, അള്ളാഹു കൃപാലുവാണ്, കാരുണ്യവാനാണ്, ദയാപരനാണ്, ഏറെ പൊറുക്കുന്നവനാണ്, അല്ലാഹ് അതൊക്കെ പൊറുക്കാതിരിക്കൂല, കരുണ കാണിക്കാതിരിക്കൂല, ദയ കാണിക്കാതിരിക്കൂല എന്ന് വ്യാമോഹിക്കുകയും ചെയ്യുന്നവൻ വിഡ്ഢിയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളെ പലരുടെയും ചിന്തകളിൽ അങ്ങനെ ഇല്ലേ? നിങ്ങളാണ് നമ്മുടേതാണെന്നല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആരിപ്പോൾ കുട്ടിയാളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും, ഒക്കെ കുറെ കാലം കഴിയുമ്പോൾ നന്നായിക്കോളും, നമ്മളൊക്കെ ഇപ്പോൾ ഈ കാലത്തിൽ ആരെയിരുന്നു എന്ന് പലതിനെയും ന്യായീകരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? ആർക്കാണ് ഈ വളം വെച്ചു കൊടുക്കുന്നത്? മുഅ്മിനീങ്ങൾ ഓർത്തിരിക്കേണ്ട സംഗതി, നമ്മൾക്ക് ഇത്ര കാലം അള്ളാഹു ആയുസ് തന്നത് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്, അല്ലേ? പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും കാലം ആയുസ് കൊടുക്കും എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഗ്യാരണ്ടി തന്നിരണോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. പെട്ടെന്നായിരുന്നു മരണം എന്നാ നമ്മൾ പറയാ, പെട്ടെന്നല്ല എന്ന് ഖുർആൻ പറയും. പെട്ടെന്നല്ല. ഖുർആൻ പറഞ്ഞെന്തറിയോ? നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള അത്രയും കാലം ഞാൻ നിങ്ങൾക്ക് അവിടെ ആയുസ്സു തന്നിട്ടുണ്ട്. വജാഅകുമുൻ നദീർ, ഇങ്ങനെ പോയാൽ പോരാ എന്ന് നിങ്ങളോട് പറയാൻ ആളും വന്നിരുന്നു എന്നാണ്. അപ്പൊ പെട്ടെന്ന് ഇവിടെ ഒരു മരണവും സംഭവിക്കണില്ല. മുഅ്മിനീങ്ങളത് ചിന്തിക്കുക. പെട്ടെന്ന് ഇവിടെ യാതൊന്നും സംഭവിക്കണില്ല. പണ്ടേ തീരുമാനിച്ചതാണ് ഇതെല്ലാം.
അല്ലേ? ഞാൻ എന്താവണമെന്നും എങ്ങനെയാവണമെന്നും എപ്പോൾ എവിടെ വെച്ച് മരിക്കണമെന്നും പണ്ടേ തീരുമാനിക്കപ്പെട്ടതാണ്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും പണ്ടേ തീരുമാനിക്കപ്പെട്ടതും എൻ്റെ 5-ാം വയസ്സ് മുതൽ ഞാനത് പഠിച്ചു വരുന്നതുമാണ്. പിന്നീട് ഇപ്പോഴുണ്ടായത് പെട്ടെന്നുള്ള ഒന്നുമല്ല, പ്ലാൻഡാണ്, പ്രീ പ്ലാൻഡാണ്. തയ്യാറാവാതെ പോയത് അള്ളാന്റെ കുറ്റമല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആ ഹദീസ് ഒന്നുകൂടി വായിച്ചോ കാണി. അൽ കയ്യിസു മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു അല്ലദി മനിത്തബഅ നഫ്സഹു ഹവാഹു വതമന്ന അലല്ലാഹ്. നോക്കിക്കോളൂ, മറുപടി ഇട്ടുണ്ടോ? ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം. നമ്മുടെ ജീവിതത്തിന് എക്സ്പയറി ഡേറ്റ് വെച്ചതുപോലെ തന്നെ ആ ഡേറ്റിൽ കൃത്യമായി നമ്മൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ തിരിച്ചു വരേണ്ടുന്ന ഡേറ്റും മുൻകൂട്ടി യൗമും മഅലൂമാണ് എന്നർത്ഥം. പെട്ടെന്ന് മനസ്സിലാവാൻ അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്ന് ഖുർആൻ മഅലൂമത്ത് പറഞ്ഞത് അവിടെയാണ്. ഹജ്ജ് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ചില മാസങ്ങളിലാണുള്ളത് അല്ലേ? അങ്ങോട്ടും പോകൂല അല്ല ഇതിനർത്ഥം. ദുൽഹജ്ജ് 7-ന് ഹജ്ജില്ലല്ലോ, ഉണ്ടോ? ദുൽഹജ്ജ് 8-ന് ളുഹറിന് മുമ്പ് ഹജ്ജുണ്ടോ? ഇല്ലല്ലോ. ദുൽഹജ്ജ 13-ന് ഇശാഇന് ശേഷം ഹജ്ജുണ്ടോ? ഇല്ലല്ലോ. അതാണ് മഅലൂമാത്ത്. തീരുമാനിക്കപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ട ദിവസമുണ്ട്, അവധി. അതിനാണ് യൗമും മുഅയ്യൻ, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ദിവസം. ലമീഖാത്തി യൗമിൻ മഅലൂം. എല്ലാത്തിൻ്റെയും എക്സ്പയറി ഡേറ്റ് നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ നമ്മളുടെ എക്സ്പയറി ഡേറ്റ് അറിഞ്ഞിട്ടല്ലല്ലോ ജീവിക്കണത്, അല്ല. പോട്ടെ, നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമുക്ക് അറിയാമെന്നിരിക്കുക, അന്നെന്താണ് അവിടെ സംഭവിക്കുക? ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ പറ്റുമോ? പണിക്ക് പോകാനേലും ഇല്ല. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇല്ല. ഡേറ്റ് കാത്തിരിക്കല്ലേ. ഇപ്പൊ നമ്മളെ മോളെ കല്യാണം കഴിക്കാൻ വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഈ കല്യാണം കഴിക്കാൻ പറ്റുന്ന കുട്ടീനോട് എൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ് അല്ലേ? നമ്മളെങ്ങിട്ട് കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ ആദ്യം ബ്രോക്കർ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അതോ എക്സ്പയറി ഡേറ്റ് ആണോ കൊടുക്കുക? നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഈ സംവിധാനം അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. പക്ഷെ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കേണ്ടതും നിർബന്ധം. എല്ലാം മജ്മൂഉൻ, നിശ്ചയമായും. സുമ്മ, പിന്നെ കേട്ടോളി, 3-ാമത്തെ വിഭാഗത്തോടാ. അങ്ങനെ ഒരുമിപ്പിച്ചു കൂട്ടിയാൽ സുമ്മ ഇന്നക്കും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ. കളവ് പറഞ്ഞ് കള്ളത്തരത്തിൽ ജീവിതം പടുത്തുയർത്തി, കള്ളത്തരത്തിൽ മുങ്ങിക്കുളിച്ച്, അള്ളാനെ കളവാക്കി, ദീനിനെ കളവാക്കി, ശുദ്ധ ഖുർആനെ കളവാക്കി, തിരുസുന്നത്തിനെ കളവാക്കി, ധാർമ്മിക സദാചാര സാംസ്കാരിക മൂല്യങ്ങളെ കളവാക്കി, ന്യൂജനാണ്, ഇസഡ് ജനറേഷനാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് മോഡേൺ കാലമാണ്, AI കാലമാണ്, റോബോട്ടിക് കാലമാണ് എന്നൊക്കെ പറഞ്ഞ് സത്യധർമാദികളെ കളവാക്കി നടന്നിരുന്ന സുമ്മ ഇന്നക്കും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ, സകലത്തെയും കളവാക്കി പിഴച്ച മാർഗത്തിലൂടെ ജീവിച്ചവരെ നോക്കണി. ലഅഖിലൂന മിൻ ശജരിൻ മിൻ സഖൂം. ആ പറയുമ്പോൾ ശ്രദ്ധിക്കുക, റായിന് ശേഷമുള്ള ആ കാഫിന് ശബ്ദം ഉണ്ടാകും. റഖൂമല്ല, സഖൂമാണ്. റഖൂം. മരുഭൂമിയിൽ ഒട്ടകം പോലും തിന്നാൻ മടിക്കുന്ന അത്രയും മാരകമായ മുള്ളുകളുള്ള ഒരു പഴത്തിന്റെ പേരാണ് സഖൂം. നരകത്തിനടിത്തട്ടിൽ മുളപൊട്ടി
70 വർഷം വഴിദൂരമുള്ള, താഴേക്ക് പോകാൻ, മേലേക്ക് വരാനല്ല, ബഹിരാകാശത്ത് നിന്ന് ഒരു 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 പിന്നെ ബഹിരാകാശ പേടകം പൊട്ടി വീണാൽ ഇവിടെ എത്താൻ 3-4 മണിക്കൂർ മദീന തോന്നണത്. എനിക്ക് അള്ളാഹു അല്ല ഓർമ്മ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഒരു വാഹനം പൊട്ടി പിടിവിട്ട് വീണാൽ ഇവിടെ എത്താൻ 3-4 മണിക്കൂർ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലം എന്താണെന്നറിയോ? മദീനപ്പള്ളിയിൽ സ്വഹാബത്തിരിക്കുമ്പോൾ തപ്പേനൊരു ഭയങ്കര ശബ്ദം, പള്ളി കിടുകിട വിറച്ചു, സ്വഹാബികൾ ഞെട്ടിത്തരിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ശബ്ദം എന്താണ് എന്ന് ആ അമ്പരപ്പോടെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് വീണ ഒരു കല്ലാണ്, അതതിൻ്റെ അടിത്തട്ടിലെത്തിയ ശബ്ദമാണ് ആ കേട്ടത്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അതതിൻ്റെ അടിത്തട്ടിലെത്താൻ എത്ര കൊല്ലം പിടിച്ച്? 70 കൊല്ലം. മേലെന്നും കെട്ടി സാധനത്തിന് വരാൻ 3 മണിക്കൂർ. ആ അടിത്തട്ടിൽ മുള പൊട്ടി ഇത്രയും ദൂരമുള്ള നരകത്തിലൂടെ വളർന്ന്, നരകം തിന്ന്, നരകം കുടിച്ച്, നരകത്തെ വളമാക്കി, നരകത്തിൽ നിന്ന് കീടനാശിനികൾ സ്വീകരിച്ച് നരകത്തിലൂടെ വളർന്നു വന്ന് നരകത്തിന് മുകളിൽ പിശാചിന്റെ തല പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരമാണ് സഖൂം. ഒന്നുകൂടി, ലഅഖിലൂന മിൻ ശജരിൻ മിൻ സഖൂം. നിങ്ങളെ ഞാൻ അതിൽ നിന്ന് തീറ്റുക തന്നെ ചെയ്യുന്നതിൻ്റെ അർത്ഥം. നിങ്ങളതിൽ നിന്ന് തിന്നുക തന്നെ ചെയ്യേണ്ടി വരും. വെറും തീറ്റയെല്ലാം എന്താണ്? ഫമാലിഊന മിൻഹൽ ബുതൂൻ. ഒന്ന് കടിച്ചിട്ട് നിർത്തൂല, നിങ്ങളതിൽ നിന്ന് വയറു നിറയെ തിന്നേണ്ടി വരും. മോമിനികളെ, നരകത്തിൽ എത്തിപ്പെടുന്ന ഒരു അവിശ്വാസിയുടെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് 300 കിലോമീറ്ററാണ് ദൂരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മക്കയ്ക്കും ബസറയ്ക്കും ഇടയിലുള്ള ദൂരം എന്നാണ് ഹദീസിലുള്ളത്. അത്ര പോകുന്നൊരു വയറ്റിലേക്ക് ഇത് എത്ര തിന്നേണ്ടി വരും? എന്ത് ഇതിന് മാത്രം ഇവിടെ ഉണ്ടായി? ന്യൂജൻ മക്കളായി, ഇസഡ് ജനറേഷനായി, അല്ലേ? റോബോട്ടിക് കുട്ടികളായി, AI മക്കളായി. അല്ല, എന്തുണ്ടായി? തുണിയും കുപ്പായം ഒഴിവാക്കി അവിടെ ഒരു ട്രൗസറും അവിടെ ഒരു ഒരു അയഞ്ഞു തൂങ്ങിയ ഒരു ടീഷർട്ടും വന്ന്, അല്ലേ? പിന്നെ വലിയൊരു മൊബൈലും വന്ന്, ചെവിയിൽ 2 വള്ളിയും വന്ന്. ഇപ്പൊ അതന്നെ ലോകം. ഉമ്മ മരിച്ചോടത്ത് കടന്നിട്ട് പോലും ഇതുമ്മ കളി. വാപ്പന്റെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് IV സിറിഞ്ചിന്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് സിറിഞ്ച് IV കഴിഞ്ഞിട്ട് ചോര അങ്ങോട്ട് കയറി വന്നാലും മക്കളത് കാണുന്നില്ല. ഉണ്ടോ? അവിടെ ഇരുന്നും നോട്ടം ഇത് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ വാങ്ങൊടുക്കണ്, നിസ്കാരം നടക്കണ്, ജമാഅത്ത് നടക്കണ്. ആർക്ക് എവിടെയാണ്? ഭക്ഷണം കഴിക്കുമ്പോ പോലും ചോറും പാത്രത്തേക്ക് അല്ലല്ലോ കണ്ണുള്ളത് മക്കളുടേത്, അല്ലേ? മക്കള് മാത്രല്ല, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ആലോചിച്ചളി. പാപ്പ ഈ കോലത്തിലാണെങ്കിൽ മക്കൾ ഇങ്ങനെയാണ്. ഉമ്മാന്റെ കയ്യിൽ പണ്ട് ഇശാ മഗ്‌രിബിനിടയിൽ ഖുർആൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ? ഉമ്മമ്മാന്റെ കയ്യിൽ പണ്ട് ഇശാ മഗ്‌രിബിനിടയിൽ ഖുർആനാണ്ട് വെച്ചാൽ തസ്ബീഹ് മാലാണ്ട് കയറിയിരുന്നു. ഇപ്പോഴോ തസ്ബീഹ് മാല ബിദഅത്താന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കുകയും ചെയ്ത് തസ്ബീഹ് നടത്തുന്ന സമ്പ്രദായം ഒഴിവാക്കി. എന്നിട്ട് പോക്കണത് എടുക്കാം. എന്നിട്ട് ആ 50 ഇഞ്ച് 55 ഇഞ്ച് സാധനം തുറന്നു വെച്ചിട്ട് ആ വള്ളിപ്പൊപ്പിടിട്ട് പറ്റിയ സീരിയലിലാണ്, അല്ലെങ്കിൽ ഇതിൽ ഗെയിമിലാണ്.
അല്ലേ? തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു സഹോദരി അവരുടെ മക്കളുമായി എന്തോ ഒരു ഗെയിം ഉണ്ട്, ലുഡോ അങ്ങനത്തെ സാധനം ഉണ്ടോ അല്ലേ? റമദാൻ മാസത്തിൽ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവരുമായി ഈ കളികളിൽ ഏർപ്പെട്ടുകൂടെയെന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എനിക്കത് എന്താ സംഭവം എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നത്? കഴിഞ്ഞു. നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നത്? മാസം ഏതായിരുന്നു? റമദാനെ. കളിക്കണത് ആര് തമ്മിലാ? ഉമ്മയും മക്കളും. എവിടുക്കാതെ നേരാവുക? വയറ് നിറയെ തിന്നുണ്ട് അല്ലേ? തിന്നുമ്പോ വയറിൽ കാട് കേറൂലെങ്കിൽ കുടിക്കേണ്ടി വരും. എന്ത് കുടിക്കും? എന്തു കുടിക്കും? അല്ലാ, ശവായ തിന്നുമ്പോ അതിന്റെ കൂടെ സെവനപ്പ് പെപ്സിയൊക്കെയാണ്. ഇത് ഇറങ്ങണില്ലെങ്കിലേ. പക്ഷെ ഇവിടെ ശവ ആയതാണ് തിന്നണത്, ശവായല്ല. ഇവിടെ നരകത്തിൽ പഴുപ്പിച്ച ശവമായതാണ് തിന്നണത്, ശവായ, ഒറിജിനൽ ശവായത്. അവസാനത്തിൽ ഒരു പുള്ളിയുള്ള സുക്കൂനുള്ള താവൂടി ചേർത്താൽ മതി. നമ്മൾ പറയുന്ന അതിന് നരകത്തിലെ കോഴീന. നിങ്ങളത് തിന്നണ്ടെന്ന് ഞാൻ പറയില്ല. സ്വാഭാവികമായിട്ട് അതിന്റെ കൂടെ കയറുന്നൊരു വെള്ളം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. എന്തോ ആവട്ടെ, അത് നിന്റെ മേഖലയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ചങ്ങാതിമാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ഹമീം എന്ന് പറഞ്ഞാൽ നരകത്തിൽ ചുട്ടു തിളച്ച വെള്ളം എന്നാണ്. ഭൂമിക്കടിയിൽ തിളച്ചു മറിയുന്ന ലാവയ്ക്ക് 20,000 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് എന്നാണ്. ലോകത്ത് ഭൂമിയിലുള്ള ഏറ്റവും കൂടിയ ചൂട് അതാണ്. 3-4 ദിവസം മുമ്പ് എത്യോപ്യയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അതിന്റെ ചൂട് വന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അല്ലേ? നിങ്ങൾ ആലോചിക്കണ്ടോ? അഗ്നിപർവ്വതം പൊട്ടിയത് ആഫ്രിക്കയിൽ, ചൂട് വന്നത് ഡൽഹിയിൽ. വായിച്ചില്ലേ? അപ്പോൾ നരകത്തെ കുറിച്ച് ആലോചിക്കണ്ടേ? ആ ചൂട് ഏത്? എത്യോപ്യയിൽ പൊട്ടിയ അഗ്നിപർവ്വതത്തിന്റെ ഡൽഹിയിലേക്ക് എത്തിയ ആ അതിമാരകമായ ചൂട് നരകത്തീയിന്റെ ചൂടിന്റെ 70% എന്നാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ആ വെള്ളമാണ് കുടിക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഹജ്ജ് ഇങ്ങനെ വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കാം. പിന്നെ മക്കളോട് അല്ല പറയും. മക്കളെന്ന് പറയണത് ബാക്കിയുള്ളവർ എത്ര മെച്ചപ്പെട്ടവരെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. നമ്മുടെ മക്കളാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടവരിൽ ഒന്നാമത്തത്. സൂറത്ത് ഹജ്ജിന്റെ ആദ്യ ഭാഗത്ത് അല്ല പറയും, ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. 2 കൂട്ടം ആളുകളിതാ എതിരായിട്ട് നിന്ന് അള്ളാന്റെ കാര്യത്തിൽ തർക്കിക്കുന്നു. ഒരു കൂട്ടർ അള്ളണ്ട്, നരകണ്ട്, സ്വർഗണ്ട് എന്ന്, മറ്റൊരു അതൊക്കെ പഴമ്പൊരാളാണ്. ആര് തമ്മില? ബാപ്പയും ഉമ്മയും ഒരു ഭാഗത്തും മക്കളും പേരക്കുട്ടികളും. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. അതിൽ പടച്ചോനില്ല, ഇസ്ലാമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു കുപ്പായം ഞാൻ തുന്നിവെച്ചിട്ടുണ്ട്. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. നരകം കൊണ്ടുള്ള ഒരു കുപ്പായമാണ് തുന്നിക്കൂട്ടി വെച്ചിട്ടുള്ളത്. സറാബീലുഹും മിൻ ഖതിറാൻ. അവർക്ക് ഞാനൊരു കാൽശരായി എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ കാലത്ത് ഒരു പാന്റ് വെച്ചിട്ടുണ്ട്, ഒരു ചുരിദാർ തുന്നി വെച്ചിട്ടുണ്ട്. അത് മിൻ ഖതിറാൻ, ടാറാണ് മക്കളെ, ടാറ്. നമ്മളെ മഹീന്ദ്രയുടെ ടാറല്ല, റോട്ടിലൊഴിക്കണ ടാറാണ്. ഇനിയെന്താ ഉണ്ടാവുക?
കുത്തിയപ്പോ സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹുഹുമുൻ നാർ. അത് കത്തിപ്പിടിച്ചിട്ട് അവരുടെ ശരീരം മുഖമടക്കം വേവിക്കും. അങ്ങനെ വെന്തു പുകയുന്ന അവരുടെ ആർത്തട്ടഹാസം കേൾക്കുമ്പോൾ അവരുടെ ഒരു ഫയർ എഞ്ചിൻ വരും. 3-4 സുഹൃത്തുക്കൾ കൂട്ടിപ്പിടിക്കാട്ടോ. അവിടേക്ക് ഒരു ഫയർ എഞ്ചിൻ വരും. ഏതാണ്? യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. നരകത്തിൽ തിളപ്പിച്ചെടുത്ത വെള്ളം അവരുടെ തലക്കു മുകളിലൂടെ ഈ തീയിനെ കെടുത്താൻ വരും. കണ്ടല്ലോ അല്ലേ? നിസ്കാരത്തിന്റെ അല്ല, വിശുദ്ധ ഖുർആനാണ്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്. അതവരുടെ തൊലിയും ആന്തരാവയങ്ങളും വരെ ഉരുക്കിക്കളയും. പിന്നെ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടറുടെ കസേരയുടെ ബാക്കിൽ ഒരു സാധനം ഉണ്ടാവലുണ്ട്. എന്ത്? സ്കെലിട്ടൻ അല്ലേ? അങ്ങനത്തെ അതിന് പറയാ. തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. അവരുടെ മുഖം ഉൾപ്പെടെ മാംസപേശികൾ മുഴുവനും ആ തീ തിന്ന് തീർത്തിട്ടുണ്ടാകും. വഹും ഫീഹാ കാലിഹൂൻ. അവർ പല്ലിളിച്ച കണ്ണുകൊഴിഞ്ഞ അസ്ഥികൂടങ്ങളായി മാറും. എന്നിട്ടാണ് ആ ചോദ്യം, അലം യഅ്തികും നദീർ. ഏത് ചോദ്യം? മഗ്‌രിബിന് ഇശാഇന് ഇടയിൽ ഓതിയാലേ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ചൊരു സൂറത്തില്ലേ, മുൽക്ക്. ഞാൻ അത് ഓതിയിട്ട് അവിടുന്ന് വരുന്ന കേട്ടോ. അതുകൊണ്ടാണ് 2 മിനിറ്റ് വൈകണത്. ഒന്ന്, മുഅ്മിനീങ്ങളെ, മുജാഹിദുകളാവുക എന്ന് പറഞ്ഞാൽ സുന്നത്തൊക്കെ കൂടെ ചവിട്ടി പൊളിച്ചിട്ട് ഒന്നുമല്ലാതെ നിഷേധിച്ച് തള്ളുക എന്നല്ല അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി കഷ്ടനഷ്ടങ്ങൾക്ക് തയ്യാറാവുക എന്നതിനർത്ഥം. അതിനുവേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാവുക. ആ സൂറത്തിലാണത്. ഏത്? അലം യഅ്തികും നദീർ. ഇങ്ങനെയൊക്കെ വരാനിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകാൻ അവിടെ ആള് വന്നിരുന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. വന്നിരുന്നു. പിന്നെന്തുണ്ടായി? ഫകദ്ദബ്നാ. അതൊന്നും ഇപ്പൊ ഇക്കാലത്തേക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെയൊക്കെ കളവാക്കി. ആരാ? ആരിഫ? അതെ. ജബ്ബാറ? അല്ല. പിന്നെ ആരാ? നമ്മളെ കുട്ടികളാണ്. നമ്മളെ വീട്ടിലാണ് ഇത് വളരുന്നത്. വഖാലൂ. പണ്ടവർ പറഞ്ഞതാണിത്. ഏത്? അവർ പണ്ട് പറഞ്ഞതാണിത്. ഇന്നാന മബ്ഊതൂൻ അവ ആബാഉനൽ അവ്വലൂൻ. അതൊക്കെ അവർ ദുനിയാവിൽ വാപ്പനെമ്മനും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ അവർക്ക് പറയാനുള്ളത് എന്താ അറിയോ? വഖാലൂ ലൗ കുന്നാ നസ്മഉ. മക്കൾ പഠിച്ചോളിട്ടാ, മുഅ്മിനീങ്ങളൊക്കെ പഠിച്ചോളി. ഇപ്പൊ അവർക്ക് പറയാനുള്ളത് വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു. പഠിച്ചോനെ, അന്ന് വാപ്പിയമ്മയും പറഞ്ഞത്, അന്ന് ആ പള്ളി മെമ്പറും വന്ന് കേട്ടത്, അന്ന് കൂട്ടുകാർ പറഞ്ഞത്, അന്ന് ആ വയലിൽ കേട്ടത്, ആ ക്ലിപ്പ് അന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ, അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങളിവിടെ പെടൂലായിരുന്നു. ഞങ്ങളിവിടെ യാ ലൈതനീ ഖദ്ദംതു ലി ഹയാത്തി. നെലൂളി അപ്പോഴാ നമ്മൾ നിലനിൽക്കാം. അള്ളാഹു നമ്മളെ പ്രിയപ്പെട്ട മക്കളെ കാത്തിരിക്കും. സമ്മതിച്ചു. എല്ലാ കുറ്റവും അവർ സമ്മതിച്ചു. ഇനി എന്താ ചെയ്യാ? ഫസുഹഖൻ ലി അസ്ഹാബിസ് സഈർ.
നരകാവകാശികളെ, നിന്റെ കണ്ണുമ്പിക്ക് വരരുത്, പൊയ്ക്കോളെ എവിടുക്കയിലൊന്നും, എവിടെ പോയാലും നിന്റെ കണ്ണുമ്പ് കാണാൻ പാടില്ല. ഇങ്ങോട്ട് തന്നെ വരും. فمالئون منها البطون فشاربون عليه من الحميم. അവരതിൽ നിന്ന് കുടിക്കേണ്ടി വരും. എങ്ങനെ കുടിക്കേണ്ടി വരും എന്നറിയോ? ഫശാരിബൂന ശുറുബൽ ഹീം. ഹീം എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വലഞ്ഞ ഒട്ടകം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ മറ്റൊന്നും നോക്കാതെ വയറ് നിറച്ചവര് കുടിക്കേണ്ടി വരും. അത് രാവിലെ വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പല പ്രാർത്ഥനകളിൽ ഒന്നെന്തറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വ അസ്തജീറു ബിക മിനൻ നാർ. 3 തവണ. സുബി നമസ്കാരത്തിനും മഗ്‌രിബി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദിക്റുകളിൽ ഒന്നെന്തറിയോ? അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. 7 തവണ വീതം. ഗൗരങ്ങ് കൂടിയിട്ടുണ്ടോ? കാൽച്ചോട്ടിൽ എന്തി സാധനം അല്ലേ? അൽ ജന്നത്തു തഹത അഖ്ദാമി വന്നാറു മിസ്ല ദാലിക്. കാൽച്ചുവട്ടിൽ നരകവും സ്വർഗവും ഉണ്ട് മക്കളെ. ഏതിൽ ചവിട്ടി നിൽക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. 7 തവണ സുബ്ഹിനും മഗ്‌രിബിനും ശേഷം. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നീച്ചു പോയാൽ മതി നമ്മള്. അപ്പൊ ഇത്തിരി ലോകം ഇടിഞ്ഞാടാനൊന്നും പോണില്ല. ആ 1/2 മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് അവിടെ ഇരുന്നത് കൊണ്ട് ഒന്നും ദുനിയാവിൽ നഷ്ടപ്പെടാനില്ല. 2 നുണ പറയുന്ന സമയം ഒഴിവാക്കി കിട്ടിയെന്നല്ലാതെ അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വ അസ്തജീറു ബിക മിനൻ നാർ. അല്ലാഹുവേ സ്വർഗം തരണേ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ. 3 തവണ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. സ്വർഗം തരണേ പഠിച്ചോനെ. സ്വർഗത്തിലേക്ക് അടുക്കാൻ ഇടയാകുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ റബ്ബേ. അതിലേക്ക് എത്തിപ്പെടാൻ ഇടയാകുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അകറ്റി നിർത്തണേ റബ്ബേ. ഇതൊക്കെ ആര് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്? അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. സമുദായം എവിടെയാണ്? എന്തു പഠിക്കാനാണ് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചത്? എന്തായിരുന്നു ഇവിടെ പണിയെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇതിന് പറയേണ്ടിയുള്ളൂ. പഠിച്ചോനെ, ഈ പറഞ്ഞതൊക്കെ കൂടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തില്ല റബ്ബേ എന്തെങ്കിലും പറയാൻ കഴിയുന്ന മുഅ്മിനീകളെ വേണ്ടേ? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ നിർത്താതെ അവർ കുടിക്കേണ്ടി വരും, വയറ് നിറയുന്നത് വരെ. ഏത് വയറ്? ഈ മക്കൾക്കും ബസറക്കും ഇടയിലുള്ള അത്രയും വലിയ ശരീരത്തിൽ വയറാ നിറയേണ്ടത്. ഒരു ടാങ്ക് എന്ത് നടക്കണം? ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഇത് കണക്കെടുപ്പിന്റെ ദിവസം അവർക്ക് നാം നൽകുന്ന സൽക്കാരമാകുന്നു. ഇത് നാം അവർക്ക് നൽകുന്ന സൽക്കാരമാണ്. കുടിച്ചിങ്ങനെ മറിയുമ്പോ അല്ലാഹ് പറയും, ദുഖ്
ഇന്നക അന്തൽ അസീസുൽ കരീം. ആസ്വദിച്ചു കുടിച്ചോ, ആസ്വദിച്ച് തിന്നോ. നാട്ടിൽ വലിയ പ്രതാപിയും ആദരണീയനുമായിരുന്നില്ലേ. ഇനി വല്ലതല്ല പറയണോ? ഇന്നഹാദാ മാ കുന്തും ബിഹി തംതറൂൻ. ഇതായിരുന്നു ഇജാ സംശയിച്ചിരുന്ന കാലം, ദിവസം. ഇതിനെയാണ് ഞാൻ സംശയിച്ചത്. ഞാൻ അനുഭവിച്ചോട്. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? കാത്തു രക്ഷിക്കട്ടെ റഹ്മാനായ നമ്പർ. വദൂഖൂ ഫലൻ നസീദക്കും ഇല്ലാ അദാബ. ഇതിനേക്കാൾ വലുതല്ലാതെ കുറച്ച് തരാൻ ഇവിടെ ഒന്നുമില്ല. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം എന്നാണ്. നരകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ പ്രത്യേക ശിക്ഷാ സമ്പ്രദായങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓരോന്നും നിങ്ങളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. അല്ലേ? ഇന്നഹാ ദുഃഖപേർന ഹാദാ നുസുലുഹും യൗമദ്ദീൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാർ. മുഅ്മിനീങ്ങളെ, ഒരു പരലോകമാണ് നമ്മളിപ്പോൾ കണ്ടത്. മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗം ആളുകൾക്ക് അനുഭവിക്കാനുള്ള സ്വർഗവും മൂന്നാമത്തെ വിഭാഗത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തവും. ഒന്ന് വിഭാഗത്തെ പഠിച്ചു. സാബിക്കുകൾക്ക് ലഭിക്കുന്നതും അസ്ഹാബുൽ യമീൻ ലഭിക്കുന്നതുമായ പരലോകത്തെ അനുഭൂതികൾ പഠിച്ചു. അസ്ഹാബു ശിമാലിന് ലഭിക്കുന്ന, അവർ അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ ദുരന്തത്തെക്കുറിച്ചും പഠിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനും ആദ്യത്തെ രണ്ട് വിഭാഗങ്ങളിൽ ഉൾപ്പെടാനുമുള്ള മാർഗം എന്താണ്? അടുത്ത ചർച്ച അതാണ്. പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ആ ചർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ തിരിച്ചറിയാനുള്ള മാർഗം വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ റബ്ബിനെ തിരിച്ചറിയാനുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങളുണ്ട്, ആകാശത്തുമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശരീരത്തിലുമുണ്ട്. ഇതൊന്ന് പഠിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഒരു മതം എന്ന രൂപത്തിൽ, ഒരു ആദർശം എന്ന രൂപത്തിൽ പ്രപഞ്ചത്തെ പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു മതം, അത് വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, വിശുദ്ധ ദീനുൽ ഇസ്ലാം മാത്രമാണ്. നിങ്ങൾ പഠിക്കുവീൻ, അന്വേഷിക്കുവീൻ, പരിചിന്തനം നടത്തുവീൻ, ഗവേഷണം നടത്തുവീൻ. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവാൻ അതാണ് മാർഗം. ആരെങ്കിലും പറഞ്ഞത് കേട്ട് അംഗീകരിക്കേണ്ടതല്ല ഇസ്ലാം എന്നർത്ഥം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മൻ അറഫ നഫ്സ, സ്വന്തം ശരീരത്തെക്കുറിച്ച് ഒരാൾക്ക് പഠിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും അറഫ റബ്ബ, അവനവന്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുന്നു. അവനവന്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെടുന്നത് മതമാണ്. ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെടുന്നത് മതമാണ്. പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടത് മതമാണ്, അല്ലേ? മൃഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടത് മതമാണ്. രാപ്പകലുകളുടെ മാറിമറിയലിനെ കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടത് മതമാണ്. ഏതു മതം? ഒരേ ഒരു മതം. ഇത് മാത്രമാണ് യുക്തിയുടെയും നേർക്ക് നേരെയുള്ള പ്രപഞ്ച സത്യത്തിൻ്റെയും മേൽ സ്ഥാപിക്കപ്പെട്ട ദർശനം എന്നാണ് അതിൻ്റെ അർത്ഥം. ആണോ അല്ലേ? ആണോ അല്ലേ? വേറെ ആരാണിത് ആവശ്യപ്പെട്ടത്? ആവശ്യപ്പെട്ടാൽ അവർക്ക് ധൈര്യം വന്നാൽ സംഭവിക്കുന്നത് എന്താണ്?
അങ്ങനെ ഒരു മതമേ ഇല്ല എന്ന് പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ലോകത്തോട് മുഴുവനുമാണ്, നമ്മുടെ മലപ്പുറത്തെ മാപ്പിളാരോട് മാത്രമല്ലല്ലോ അല്ലേ, ലോകത്തെ കൊടികെട്ടിയ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ളവരോടാണ് പഠിക്കുവീൻ എന്ന് പറയുന്നത്. അതിലൊന്നാമതല്ല എടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഇനി ഞാൻ വായിച്ചാൽ പോവുകയുള്ളൂ. മനുഷ്യൻ പ്രപഞ്ചത്തെയും തന്നെയും കുറിച്ച് പഠിച്ചാൽ റബ്ബിലേക്ക് കറകളഞ്ഞ വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക് എത്തിപ്പെടും. തെളിവ് നോക്കിക്കോളി. പരലോകത്ത് രക്ഷപ്പെടാനും നരകത്തിൽ പോകാതെ സ്വർഗപ്രവേശനം ലഭിക്കാനുള്ള മാർഗമായിട്ട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? നഹ്നു ഖലഖനാകും, നിങ്ങളെ പടച്ചത് ഞാനാണ്. ഫലൗലാ തുബ്സിറൂൻ, എന്തുകൊണ്ട് നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല? പഠിക്കണേ. അഫറഅയ് ഫലൗലാ തുസദ്ദിഖൂൻ, റൈറ്റ്, ജസാക്കല്ലാഹ്. നിങ്ങൾക്ക് എന്ത് അത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലേ? എന്താണ് നിങ്ങൾക്കത് സത്യപ്പെടുത്താൻ തടസ്സമായതുണ്ടത്? അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങളിൽ നിന്ന് സ്ഖലിച്ചു വീഴുന്ന, ത്രസിച്ചു വീഴുന്ന ആ മനിയിനെ, ഇന്ദ്രിയത്തെ, ബീജത്തെ, അണ്ടത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിക്കാനാ പറഞ്ഞത്. അഅൻതും തഖ്ലുഖൂനഹു, ആ ബീജത്തെയും അണ്ടത്തെയും സിക്താണ്ഡമാക്കിയതും അതിനെ ഭ്രൂണമാക്കിയതും നിങ്ങളോ ഞാനോന്ന്? അത്ര കൃത്യത, എന്തൊരു ധൈര്യം നോക്കാണ്. മുസ്ലിമിന്റെ ആത്മാഭിമാനം എത്രത്തോളം ഉയരണം. നിങ്ങളോ ഞാനോ? മറ്റുള്ളവരുടെ കഥയിലാണെങ്കിലും ഐതിഹ്യത്തിലാണെങ്കിലും ചരിത്രപരമായ വസ്തുതയാണെങ്കിലും മറ്റുള്ളവരുടെ ഗർഭപാത്രത്തിൽ കിടന്ന് കുഞ്ഞായി ജീവിച്ച് പുറത്തു വന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കാൻ കഴിയും? നിങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന ആ സ്രവത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് ഇന്നത്തെ നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളോ ഞാനോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ? പഠിച്ചു വന്ന അവിടെ ഉണ്ടും ഞങ്ങളല്ല, നീയാണ്. എങ്കിലെന്ത് ചെയ്യണം? എപ്പം എന്ത് ചെയ്യണം? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങളെ പടച്ച് ഈ കോലത്തിലാക്കിയ ഞാൻ തന്നെ നിങ്ങളുടെ എക്സ്പയറി ഡേറ്റും കുറിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മരണത്തീയതിയും ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, എന്നെ മറികടക്കാൻ, എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഞാൻ തീരുമാനിച്ച വിധത്തിൽ നടക്കുന്ന പറഞ്ഞു. നമ്മുടെ ചിന്ത എവിടെ എത്തണം അല്ലേ? 374 ലക്ഷം കോടി ന്യൂറോണുകൾ ഈ കൊച്ചു ശരീരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കിട്ടിയ വിവരം. ഓരോ ന്യൂറോൺ 374 ലക്ഷം കോടി സെല്ലുകൾ, ഓരോ സെല്ലിലും 10 ലക്ഷം വീതം ന്യൂറോണുകൾ. ഓരോ ന്യൂറോണുകളും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും സ്വതന്ത്രമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സ്വതന്ത്രമായ സാമ്രാജ്യങ്ങളാണ്. ഈ സാമ്രാജ്യങ്ങളെ എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് ഒറ്റ ബിന്ദുവിലേക്ക് എത്തുമ്പോൾ ആ ബിന്ദു മനുഷ്യനായി മാറുന്ന മഹാത്ഭുതം. മൻ അറഫ നഫ്സ ഫഖദ് അറഫ റബ്ബ വമാ നഹ്നു ബിമസ്ബൂഖീൻ അലാ അൻ നുബദ്ദില അംസാലകും. നിങ്ങളുടെ കോപ്പി, നിങ്ങളുടെ പകരം, നിങ്ങളെപ്പോലൊരു ഫോട്ടോ കോപ്പി കൂടി പകരം കൊണ്ടുവരുന്ന വിഷയത്തിലും എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത്ര ലളിത നോക്കാണില്ലേ? അണ്ഡമായി, ബീജമായി, മാതാപിതാക്കളുടെ ഗർഭാശയത്തിൽ അല്ല ശരീരങ്ങളിൽ അവരുടെ ഭക്ഷണങ്ങളിലൂടെ കയറിക്കൂടി
അത് രണ്ടും കൂടെ പിന്നെ അത്യത്ഭുതകരമായ ഒറ്റ സംവിധാനമായ വസ്തുവായി അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നുണ്ടാക്കിയ പടച്ചോന് പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ വല്ല പണിയുണ്ടോന്നാ വെച്ച് അല്ലേ. അഫഅനൈനാ ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. എന്തൊരു പൊട്ടത്തരാത്. നാമാണ് ആദ്യമായി ഇവരെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നമുക്കൊരു ക്ഷീണവും വന്നിട്ടില്ല. പക്ഷെ ഇവരുടെ സംശയം ഇനിയിപ്പോ ഒന്നുകൂടി ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് അല്ലേ. വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത വസ്തുക്കളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, അതിനിയും എനിക്കറിയാം അല്ലേ. വെറുതെ ഒരു രസത്തിന് പറഞ്ഞോക്കാണ്, അമേരിക്കയിൽ കിടക്കുന്ന പാൽപ്പൊടി നിഡോ അല്ലേ, ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ കിടക്കുന്ന വെല്ലുള്ളി, ചെറിയ ഉള്ളി, സവാബ, ഉരുളക്കിഴങ്ങ്, അത് ഇത്, നാമക്കല്ലിൽ അണ്ണാച്ചികൾ വളർത്തിണ്ടാക്കുന്ന കോഴിമുട്ടയും കോഴിയും, പൊള്ളാച്ചിക്കാരൻ്റെ പശു, കർണാടകയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി, ഇതിലൊക്കെയാണ് ആരുള്ളത്? നമ്മളുള്ളത് അല്ലേ അല്ലേ ആണ്. അതിൽ നിന്നൊക്കെ കൂടിയാണ് ഇത് അണ്ടവും ബീജവുമായി ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നത്. ഇത്ര പണിയൊന്നുമില്ലല്ലോ അല്ലേ. ഇതിന് ഫോട്ടോ കോപ്പി എടുക്കാന്ന് ചോദിച്ചു. വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. നിങ്ങൾ എവിടെയായിരുന്നു, എങ്ങനെയാണ് വന്നത്, എന്താണ് നിങ്ങളുടെ റോ മെറ്റീരിയൽ എന്ന് നിങ്ങൾക്കറിയില്ല. അവിടെ നിന്നാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഇപ്പൊ ഇനിയിപ്പോ രണ്ടാമതൊന്ന് വല്ല പണിയുണ്ടോ? ഫീമാ വലഖദ് അലിംതും നസ്അത്തൽ ഊലാ. ആദ്യത്തെ സൃഷ്ടിപ്പിൽ തന്നെ നിങ്ങളെ എനിക്കറിയാം, നിങ്ങളെ എനിക്കറിയാം. ഫലൗലാ തദക്കറൂൻ. അത് നിങ്ങൾ ആലോചിക്കാത്തത് എന്താണ്? അള്ളാഹ്ക്ക് നമ്മളെ അറിയാമെന്ന് നമ്മൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഇത് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാതികും സൂറത്തിന്റെ നജ്ം. നിങ്ങൾ ഭൂമിയിലായിരുന്നപ്പോഴും മാതാക്കളുടെ ഗർഭപാത്രത്തിൽ അജിന്ന ഭ്രൂണമായി വന്നപ്പോഴും ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ എനിക്കറിയാം അന്നു മുതൽ. എൻ്റെ മുമ്പിൽ വന്ന് നെകളിക്കല്ലേ എന്നവൻ അല്ലേ. അപ്പൊ മനുഷ്യനെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിലേക്ക് എത്താം. രണ്ടാമത്തത് അഫറഅയ്തും മാ തഹറുസൂൻ. നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിത്തിടാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരാം. അഅൻതും തസ്റഊനഹു. അതിനൊരു വിളയാക്കി കൃഷിയാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങളാണോ? അം നഹ്നു സാരിഊൻ. അതോ ഞാനോ? ആരാണ്? എന്താ മറുപടി അല്ലേ. അയലോകത്ത് വെച്ച പേര് തെങ്ങും നമ്മളെ തെങ്ങും ഒരേ ദിവസത്തിൽ വെച്ചത്, ഒരേ ദിവസത്തിൽ മറ്റേ കാക്കാന്റെ കായ്ച്ചു തുടങ്ങിയിട്ട് 5-6 കൊല്ലായി. നമ്മളത് ഇപ്പോൾ ഇങ്ങനെ മാനം നോക്കി നിൽക്കുക. എന്ത് കഴിക്കാത്ത? എന്ത് കഴിക്കാത്ത? അം നഹ്നു സാരിഊൻ. നിങ്ങളോ ഞാനോ? ലൗ നശാഉ ജഅൽനാഹു ഹുത്താമൻ. ഞാൻ വിചാരിച്ചാൽ അത് ചണ്ടിയായി മാറാൻ വലിയ പണി ഉണ്ടാവൂല. ഫലൗലാ തശ്കുറൂൻ. എന്തേ നന്ദി കാണിക്കാത്തത് അല്ലേ. ലൗ നശാഉ ജഅൽനാഹു ഹുത്താമൻ ഫളൽതും തഫക്കഹൂൻ. എന്നിട്ട് നിങ്ങളിങ്ങനെ സന്തോഷിച്ചിരിക്കുക അല്ലേ. നിങ്ങളിങ്ങനെ സന്തോഷിച്ചിരിക്കുക ഇപ്പോഴും. ഞാൻ വിചാരിച്ചാൽ ഇന്നാല മുഹറമൂൻ, ഞങ്ങൾ കടക്കാരായി പോയി എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ബൽനഹ്നു മഹ്റൂമൂൻ. തിരിച്ചറിവുള്ളവൻ പറയും കടക്കാരായി പോയതൊന്നുമല്ല, അള്ളാഹ് തരാൻ വിചാരിക്കാതെ തടഞ്ഞു വെച്ചതാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും.
അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, വെള്ളത്തെ കുറിച്ച്, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാ മതി. അഅൻതും അൻസൽതുമൂഹ, നിങ്ങളാണ് അത്, നിങ്ങളാ മിനൽ മുസ്നി, മേഘക്കൂട്ടങ്ങളിൽ നിന്ന് അതിനെ താഴേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ ഞാനോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോകുന്ന ബാഷ്പീകരണ പ്രക്രിയയിൽ ഉപ്പും വെള്ളവും കയറിപ്പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം, അറിയൂലേ? വേണ്ടി വന്നാൽ ആ ഉപ്പടക്കം അത് ഇങ്ങോട്ട് തിരിച്ചിടാനും എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. ലൗ നശാഉ ജഅൽനാഹു ഉജാജ, ഞാൻ വിചാരിച്ചാൽ അതായി കയ്പുള്ള വെള്ളമായി മാറും, ഉപ്പുവെള്ളമായി മാറും. ഫലൗലാ തശ്കുറൂൻ, എന്നാ ഒരു നന്ദി വേണ്ടേ മച്ചന്മാരെ? അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, കത്തിക്കുന്ന തീയിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻശഅ്തും ശജറതഹ, അത് കത്താനുള്ള വിറകുണ്ടാക്കിയവൻ നിങ്ങളോ ഞാനോ? അം നഹ്നുൽ മുൻസിഊൻ, അതോ അതിനെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചവൻ നിങ്ങളാണോ ഞാനാണോ? നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, അവയൊക്കെ നാം നിങ്ങൾക്കൊരു ഉത്ബോധനമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. വമതാഅൻ ലിൽ മുഖ്വീൻ, കുത്തിപ്പിടിച്ച് നടക്കാനുള്ള വടിയായും. സുബ്ഹാനല്ലാഹ്, അല്ലേ? കുത്തിപ്പിടിച്ച് കാട്ടിലൂടെ കുത്തിപ്പിടിച്ച് തെണ്ടിത്തിരിയുന്നവന് നടക്കാനുള്ള വടിയായും, നിങ്ങൾക്ക് വിറകായും. ഇപ്പൊ അതിൻ്റെയൊക്കെ എപ്പോഴും എത്രയോ അതിന് ഉദാഹരണം, ഉപമ അല്ലേ? അതിൻ്റെ ആവശ്യം മരത്തിൻ്റെ. എന്നിട്ട് അള്ള പറഞ്ഞെന്തറിയോ? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം. അതുകൊണ്ട് നീ നിന്റെ മഹോന്നതനായ റബ്ബിനെ സ്തോത്രകീർത്തനങ്ങൾ ചെയ്തിട്ടുള്ള എന്നാണ്. അങ്ങനെയാണ് പ്രപഞ്ചത്തെ ചുറ്റുപാടുകളെ പഠിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. തിരിച്ചറിവുള്ളവരാവാൻ, തൗഹീദും സുന്നത്തുമുള്ളവരാവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.